സൂ ഫ്രം സോ എന്ന് പറയുന്ന കന്നഡ സിനിമ വളരെ ബ്ലോക്ക് ബസ്റ്റർ ആയിട്ട് ഹിറ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് കേരളത്തിലും ഇറങ്ങിയിട്ടുണ്ട്. ഓഗസ്റ്റ് 1 സിനിമ കേരളത്തിൽ തിയേറ്ററുകളിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഈ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് എനിക്ക് തോന്നിയൊരു പരിപാടി എന്ന് പറഞ്ഞാൽ ഇതൊരു അടിപൊളി സ്ലാപ്സ്റ്റിക് കോമഡിയാണ്. നല്ല ആ ഒരു തരത്തിൽ വളരെ രസകരമായിട്ട് ചെയ്തിട്ടുള്ളൊരു സിനിമയാണ്. ഒരു ഗ്രാമം, അവിടെ നടക്കുന്ന കുറെ പരിപാടികൾ, കുറെ ഇവന്റ്സ്, അതായത് ഒരു മരണം നടക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു കല്യാണം നടക്കുന്നുണ്ട്, അത് കഴിഞ്ഞ് വരുന്ന കുറേ സ്ലാപ്സ്റ്റിക് ക്യാരക്ടേഴ്സ് ആണ്. എന്താ പറയുക, ആ തരത്തിൽ എഴുതിയിരിക്കുന്ന ക്യാരക്ടേഴ്സ് തന്നെയാണ് ഇതിലുള്ളത്. ഒരു ഹൊറർ ഏരിയ ഉണ്ട്. അത് ഭയങ്കര ഒരു രസകരമായിട്ടൊരു മൊമെന്റ്സ് ആണ്. നമ്മൾ കണ്ട് മറന്ന കുറെ സംഭവങ്ങളൊക്കെ തന്നെയാണ് മലയാളത്തിൽ കണ്ടിട്ടുള്ള കുറെ പരിപാടികളാണ് എന്തായാലും ഉള്ളത്. സിനിമ നന്നായിട്ട് വന്നിട്ടുണ്ട്. കന്നഡയിൽ കാണുകയാണെങ്കിൽ കുറച്ചും കൂടി ഒരു ഇമ്പാക്ട് കിട്ടുമായിരിക്കും. കാരണം മലയാളത്തിലേക്ക് വരുമ്പോൾ ആ ഒരു ഡിഫറൻസ് എന്തായാലും ഡബിങ് ആയിട്ട് വരുമ്പോൾ ഉണ്ടാവുന്നത്. എസ്പെഷ്യലി തമാശ പറയുമ്പോൾ കുറച്ചുകൂടി എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ഒരു പരിപാടി സിനിമയിൽ പിടിച്ചിട്ടുണ്ട്. അപ്പൊ അതാണ് എനിക്ക് ചെറിയൊരു കല്ലുകടി തോന്നിയത്. ബട്ട് ദെൻ അതല്ലാതെ നോക്കുകയാണെങ്കിൽ സിനിമ ഭയങ്കര ഒരു രസകരമായിട്ടൊരു സിനിമ തന്നെയാണ്. തമാശയും പരിപാടികളൊക്കെ ആയിട്ട് ഒരു പ്രേതം പ്രേതം എന്ന് പറയുമ്പോൾ അങ്ങനെ പ്രേതമല്ല, ഒരു ബാധ കയറുന്ന ഒരു അവസ്ഥ, അങ്ങനത്തെ അതിൽ എങ്ങനെയാണ് ആ ഒരു ക്യാരക്ടർ അതിനെ ഉൾക്കൊള്ളുന്നത്. അത് കഴിഞ്ഞ് സുലോചന എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിന്റെ ഒരു പ്രസൻസ് ഭയങ്കര ഒരു രസമാണ്. അവരുടെ എന്താ പറയാ, അവരുടെ ഒരു മെയിനായിട്ടൊരു മകള് വരുന്നുണ്ട്. അവരുടെ ഒരു കാര്യങ്ങളൊക്കെ ഫൈനൽ ക്ലൈമാക്സ് ഒക്കെ വരുമ്പോൾ വേറൊരു റേഞ്ചിലേക്ക് തന്നെ സിനിമ മാറുന്നുണ്ട്. കോമഡി അതായത് ആക്ഷനും പരിപാടികളൊക്കെ വരുന്നുണ്ട്. ഇങ്ങനെ ഭയങ്കര ഒരു എന്താ പറയാ, ഒരു കണ്ട് രസിച്ച് ചിരിച്ച് കാണാൻ പറ്റിയ ഒരു സിനിമ തന്നെയാണ് ഈ പറയുന്ന നമ്മുടെ സൂ ഫ്രം സോ. രസമാണ്. ഭയങ്കര ക്യാച്ച് ആയിട്ടുള്ള പേര് തന്നെയാണ് അതിനെ കൊടുക്കുന്നത്. നമ്മുടെ രാജ്ബി ഷെട്ടി സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. നമ്മുടെ കന്നഡ ആക്ടർ ആൻഡ് ഹി വാസ് ദേർ ഇൻ ടർബോ. അപ്പൊ അങ്ങനെ പുള്ളി ഭയങ്കര കൊടൂര് വില്ലനായിരുന്നു ടർബോ. ഇതില് ഭയങ്കര ഒരു തമാശ പരിപാടിയാണ് പുള്ളി എടുത്തിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഇത്തരത്തിൽ ഭയങ്കര ഒരു ഗുരുജി എന്ന് പറയുന്ന ക്യാരക്ടറാണ് രാജ്ബി ഷെട്ടി ചെയ്യുന്നത്. അപ്പൊ എന്തായാലും ഇങ്ങനെ പല 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 സ്ലാപ്സ്റ്റിക് ക്യാരക്ടേഴ്സ് എല്ലാവരും കൂടി ഭയങ്കര നന്നായിട്ട് തന്നെ ചെയ്തിട്ടുള്ള ഒരു സിനിമ തന്നെയാണ് ഈ പറയുന്ന സൂ ഫ്രം സോ. അപ്പൊ എന്തായാലും കന്നഡ വേർഷൻ തിയേറ്ററിൽ കാണാൻ പറ്റുകയാണെങ്കിൽ അത് കാണുന്നതാണ് ഏറ്റവും നല്ലത്. മലയാളത്തിലുണ്ട്, മലയാളത്തിൽ ആണ് അധികം നമ്മുടെ തിയേറ്ററിലുള്ളത്. അപ്പൊ എന്തായാലും അങ്ങനെ കാണാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെയാണ് നല്ലത്. അപ്പൊ എന്തായാലും ഒരു പ്രാവശ്യം കാണുന്നതുകൊണ്ട് ഒരു പ്രശ്നവും ഒരു കോട്ടവും തട്ടാത്ത ഒരു സിനിമ തന്നെയാണ് ഇത്. അപ്പൊ എന്തായാലും എല്ലാവരും കാണാൻ ശ്രമിക്കുക.